പുരത്ത് സ്വന്തം സഹോദരിയുടെ മകളെ കിണറ്റിലെറിഞ്ഞു കൊന്നവനും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ. ഇന്നലെ ചോറ്റാനിക്കലിൽ 20 വയസ്സുള്ള പെൺകുട്ടിയെ അതിക്രൂരമാംവിധം ബലാത്സംഗം ചെയ്ത് മൃതപ്രായനാക്കിയവനും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ. കഠിനംകുളത്ത് ആതിര എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് അവളുടെ വീട്ടിലെത്തി മൃഗീയമായി കൊലപ്പെടുത്തിയവനും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ. ഇന്നലെയും മിനിഞ്ഞാന്നുമായി കേരളത്തിൽ നടന്ന വീട് കയറിയുള്ള വെട്ടിക്കൊലകളിൽ, മൃഗീയമായ കൊലകളിൽ ഭൂരിഭാഗവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ ഈ മയക്കുമരുന്ന് അടിച്ച് സൈക്കോയായി മാറി വീട് കയറി വെട്ടിക്കൊല്ലാൻ വരുന്നവന്മാരോട് പ്രതികരിച്ചു നിൽക്കാനുള്ള മനോധൈര്യവും ആരോഗ്യവും വേണം. അല്ലെങ്കിൽ ഉള്ളതെല്ലാം വിറ്റുപറക്കി എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കണം എന്ന അവസ്ഥയാണ്. നമ്മുടെ സമൂഹവും സർക്കാരും പോലീസും ഇത്തരം മയക്കുമരുന്നടിച്ച് സൈക്കോയായി മാറി വഴിയിൽ കാണുന്നവരെയൊക്കെ വെട്ടിക്കൊല്ലുവാൻ നിൽക്കുന്നവരെ തിരിച്ചറിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഇവന്മാരോടൊക്കെ പോരടിച്ചു നിൽക്കുവാനുള്ള മനോധൈര്യം വേണം. അല്ലെങ്കിൽ ഉള്ളതെല്ലാം വിറ്റുപറക്കി വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജീവിക്കണം എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്.